എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനെല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ അടുക്കളയിൽ രാവിലത്തെ ജോലികളൊക്കെ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഗോതമ്പ് പുട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗോതമ്പ് പൊടി നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ മുട്ടക്കാരൻ ചേട്ടൻ വന്നത്. അപ്പോൾ 10 താറാമുട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നാടൻ പച്ചക്കറിയൊക്കെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇന്ന് വഴുതനങ്ങ ഉണ്ടായിരുന്നുള്ളൂ, കൂടുതലും വഴുതനങ്ങ മാത്രമേ ആയിരുന്നു. പിന്നെ ഒരു പടവലങ്ങ കൂടെ അതിൻ്റെ കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പച്ചക്കറിയൊക്കെ ചേട്ടൻ ഉള്ളപ്പോഴൊക്കെ ചീരയൊക്കെ കൊണ്ടുവരാറുണ്ട്. ഇപ്പം ഇന്ന് ചീരയില്ലായിരുന്നു. വേറെ പച്ചക്കറിയൊന്നും അടുത്ത വീടുകളിലൊക്കെ വന്നപ്പോൾ അവരൊക്കെ വാങ്ങിയിട്ട് തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് പുട്ട് പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഗോതമ്പ് പുട്ടാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു 4 മുട്ട ഞാൻ എടുത്തിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുട്ട് ഇവിടെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്ന് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല, പുട്ടിൻ്റെ കൂടെ പഴമാണ് കേട്ടോ. പാളയം കൂടെ പഴം ഉണ്ടായിരുന്നു. അപ്പോൾ പഴം കൂട്ടി കഴിക്കാൻ അങ്ങനെ. പിന്നെ രാവിലത്തെ കാപ്പൂടിയൊക്കെ അങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയ്ക്കെന്ന് വെച്ചെന്നാൽ ഇപ്പം എന്ത് ചൂടല്ലേ. പിന്നെ അത് തണ്ണിക്ക ഉണ്ടായിരുന്നു, തണ്ണിക്കൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ജ്യൂസ് അടിക്കാനായിട്ടേ. പിന്നെ കറിക്ക് തക്കാളി അരച്ചു കൂട്ടി വയ്ക്കാനായിട്ട്, തക്കാളി അരച്ചു കൂട്ടി ഒരു ചാറുകറിയായിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ച്. പിന്നെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ട്. അപ്പോൾ ചിക്കൻ കറിയും കൂടെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടൊരു 3-4 ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഇന്നലെയോ ഒന്നും എടുത്ത വീഡിയോ ഒന്നും അല്ല. എഡിറ്റിങ് ചെയ്യാൻ താമസിച്ചത് കൊണ്ടാണ് വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. അപ്പോൾ ഹൗസ് ഓണർ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവർക്ക് ഇവിടെ ടെറസിലൊക്കെ പ്ലാസ്റ്ററിങ് ചെയ്യണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പണിക്കാരനെ നിർത്തിയിട്ട് ഇങ്ങനെ കഴുകി ഇറക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെറസും അതിൻ്റെ സൈഡും ഒക്കെ കഴുകി ഇറക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ചെയ്യാനായിട്ടൊരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ ആ ഫ്രണ്ടിലെ ഇൻ്റർലോക്കും ഒക്കെ ഒന്ന് കഴുകി തന്നിട്ടുണ്ടായിരുന്നു നമുക്ക്. അത് കാരണം നല്ല വൃത്തിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു പപ്പരങ്ങ, 2 പപ്പരങ്ങ പഴുത്തിരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് കുത്തിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് കാക്ക പറന്നു പോണ കണ്ടപ്പോഴാണ് പപ്പരങ്ങ പഴുത്ത കാര്യം അറിയുന്നത്. അങ്ങനെ പിന്നെ അത് കുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഇരുമ്പിൻ്റെ ഒരു പൈപ്പ് അതവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് കുത്താമെന്ന് വെച്ച് തോട്ടി നോക്കിയിട്ടൊന്നും കാണുന്നില്ല. പിന്നെ അതെങ്കിലും വെച്ച് കുത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ അപ്പുറത്ത് ശങ്കരിയൊക്കെ നോക്കി നിൽക്കുകയാണ് ഞാൻ ഈ പപ്പരങ്ങ കുത്തുന്നത്. ഏതായാലും അത് ഒരെണ്ണം വീണ് കിട്ടി. പിന്നെ അടുത്ത ഒരെണ്ണം നോക്കിയപ്പോൾ അത് അത്രയ്ക്ക് അങ്ങ് പഴുത്തതല്ല, എന്നാലും അതും കൂടെ കുത്തിയേക്കാമെന്ന് വിചാരിച്ചു. അതല്ലെന്നുണ്ടെങ്കിൽ പിന്നെ കാക്കയും കിളിയും കൂടെ വന്ന് കൊത്തി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടത്തില്ല, പിന്നെ ദൂരെ കളയാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനത് 2ഉം കുത്തി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കൊണ്ടുവന്നിട്ട് നോക്കിയപ്പോൾ ഒരെണ്ണം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്, ഒരെണ്ണം അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല. അതിൽ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നന്നായിട്ട് പഴുത്തത് മാത്രമേ ഒന്ന് മുറിച്ച് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് ഒരുപാട് പഴുത്തു പോയിട്ടില്ല, എന്നാലും നമുക്ക് കടിച്ച് തിന്നാൻ പറ്റുന്ന ഒരു പരുവായിരുന്നു. അപ്പോൾ പിന്നെ ഞാനത് 2ആയിട്ട് മുറിച്ചിട്ട് അതിൻ്റെ ഒരു പകുതി എടുത്തിട്ട് അപ്പുറത്തെ കുട്ടികൾക്കും കൂടെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചെത്തി എല്ലാം ക്ലീൻ ചെയ്തൊക്കെ എടുത്തിട്ട് മുറിച്ച് കൊണ്ടുവന്ന് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വന്നിട്ട് ഞാൻ ആ ചിക്കൻ പീസ് മസാലയൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുള്ളത് ഫ്രൈ ആക്കി അതൊന്ന് കറിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് പിന്നെ നമുക്ക് സവോളയും പച്ചമുളകും വേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ചതച്ചിട്ടിട്ട് നമ്മൾ വഴറ്റി എപ്പോഴും സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. കഴിഞ്ഞ ദിവസം ഞാനൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നേ, ചിക്കൻ കറി ഈസി ആയിട്ട് പെട്ടെന്ന് എങ്ങനെ ചെയ്തെടുക്കുക എന്നുള്ളതിൻ്റെ ഒരു ഷോർട്ടായിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടുകാരെല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും കണ്ടിട്ടില്ല, കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട് അതിൽ. അപ്പോൾ അതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ സവോളയെല്ലാം നമ്മളൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴന്ന് വരണം. വഴന്ന് വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചേർക്കാം. തക്കാളി നോക്കിയപ്പോൾ തീർന്നിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ഗ്രേവിയൊക്കെ ആയി കഴിഞ്ഞപ്പം അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ പീസും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച്, പിന്നെ നമുക്ക് നല്ല ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ലാസ്റ്റ് ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറുമായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡിയാണ്. ഇത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്ത് കറി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ നേരിട്ട് കറിയിലേക്ക് ഇടുന്നേക്കാളും നല്ലത് ഇങ്ങനെ തന്നെ. പിന്നെ കുറച്ച് സമയം വേണം. അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ കുറച്ച് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കുന്ന സമയത്തെടുത്ത് കറി വെച്ചാലും മതി. അങ്ങനെ നമ്മുടെ ചോറൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി കേട്ടോ, അത് ഞാൻ ആദ്യം പറയാൻ വിട്ടുപോയി. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി, തക്കാളി അരച്ചുകൂട്ട്, പിന്നെ ചിക്കൻ കറി. അപ്പോൾ ഇതായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക്
ചോറിനുണ്ടായിരുന്ന കറികൾ ഇതൊക്കെയാണ്. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറിയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഉച്ച കഴിഞ്ഞപ്പോൾ ഞാനും അനുവും കൂടെ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പനിയായിട്ടിരുന്ന ആ സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങോട്ട് പോയ സമയത്ത് ഞങ്ങൾ വണ്ടിയിലിരുന്നെടുത്ത വീഡിയോ ആണ്. രണ്ടുപേർക്കും ഒരുപോലെ പനി വന്ന്. എനിക്കും പനി, അനുവിനും പനി. എനിക്ക് ജലദോഷമില്ല, അനുവിന് നല്ല ജലദോഷമുണ്ട്. എനിക്ക് ജലദോഷമായിട്ടില്ലായിരുന്നു. നല്ല കഫക്കെട്ടലും ശരീരം വേദനയൊക്കെ ആയിരുന്നു. ശബ്ദമൊക്കെ അടഞ്ഞിട്ടേ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അന്ന് എടുത്ത വീഡിയോ ആയിരുന്നു. അപ്പോൾ അപ്ലോഡ് ആക്കാനായിട്ടുള്ളൊരു സമയം കിട്ടിയില്ല. അങ്ങനെ അതിന് ശേഷം ഞങ്ങളിതേ വീട്ടിൽ വന്ന് പിന്നെ പാലിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ചായ ഇട്ട് ഒരു ചായയൊക്കെ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ചായയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് അട ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് പൊടി ഉണ്ടായിരുന്നു. ഗോതമ്പ് പൊടിപ്പിച്ചതുണ്ടായിരുന്നതുകൊണ്ട് കുറച്ച് ചക്ക ഇരിപ്പുണ്ടായിരുന്നേ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്ന കുറച്ച് ചക്ക ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് അത് വെച്ചിട്ട് അട പുഴുങ്ങാമെന്ന് വിചാരിച്ച് അങ്ങനെ ചക്ക അട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചായയൊക്കെ ഇട്ട് ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. വൈകുന്നേരമാണ് പിന്നെ അട ഉണ്ടാക്കിയത്. ചക്ക അട ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. കുറേ നാളായിരുന്നു ചക്ക കിട്ടിയിട്ട്. അങ്ങനെ പിന്നെ ആ ചക്ക കിട്ടിയപ്പോൾ ഞങ്ങൾ പിന്നെ ചക്ക അട ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.